പ്രിയപ്പെട്ടവരെ, റിപ്പോർട്ട് ബ്രേക്കിംഗ്. കോഴിക്കോട് റിയൽ എസ്റ്റേറ്റ് ഇടനിലക്കാരൻ മാമി തിരോധാന കേസിൽ പോലീസിന് ഗുരുതര വീഴ്ചയെന്ന് ക്രൈംബ്രാഞ്ച്. നിർണായക തെളിവായ CCTV ശേഖരിച്ചില്ല. കേസ് അട്ടിമറിക്കാനായി CCTV മനഃപൂർവ്വം ശേഖരിച്ചില്ലെന്നാണ് വിലയിരുത്തൽ. വീഴ്ചയിൽ അന്വേഷണം ഉദ്യോഗസ്ഥർക്കെതിരെയാണ് അന്വേഷണം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. VS രഞ്ജിത്തിന്റെ കൂടുതൽ വിവരങ്ങളുമായി. VS രഞ്ജിത്ത്, നിർണായക തെളിവായ CCTV ദൃശ്യങ്ങളടക്കം ശേഖരിച്ചിട്ടില്ല എന്നതാണ് ഇപ്പോൾ പോലീസിനെതിരെ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരിക്കുന്നത്. നിർണായകമായ ഒരു വിവരമാണ്. മാമി തിരോധാന കേസിൽ ഗുരുതരമായ വീഴ്ചയാണ് കേസ് അന്വേഷിച്ച പോലീസ് സംഘത്തിനുള്ളത് എന്നതിന്റെ സൂചനയാണോ ഇത്, VS രഞ്ജിത്ത്? തീർച്ചയായിട്ടും ഏകദേശം 2 വർഷത്തോടടുക്കുന്നു മാമി എന്ന് പറയുന്ന കോഴിക്കോട്ടെ റിയൽ എസ്റ്റേറ്റ് വ്യാപാരിയെ കാണാതായിട്ട്. ഒരു കേസ് അന്വേഷണം അത് ഇത്രയും വൈകുന്നതും ആ വ്യാപാരിയെ കാണാതായിട്ട്, കോഴിക്കോട് നഗരത്തിലെ വളരെ പ്രമുഖനായിട്ടുള്ള വളരെയധികം ബന്ധങ്ങളുള്ളൊരു വ്യാപാരിയാണ്, അദ്ദേഹത്തെ കാണാതായിട്ട് 2 വർഷത്തോളം ആകുമ്പോഴും ആ കേസിന് ഒരു തുമ്പും ഉണ്ടായിട്ടില്ല എന്നുള്ളതിനെക്കുറിച്ച് കുടുംബത്തിൻ്റെ പരാതിയിലാണ് ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം വരികയും ആ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലാണ് തുടക്കത്തിൽ അന്വേഷിച്ച പോലീസിന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചു. ആദ്യഘട്ടങ്ങളിൽ ഒരു ഉദാസീനത ഈ കേസുമായി ഉണ്ടായി. വളരെ വ്യക്തമായ തെളിവുകൾ, ഏറ്റവും നിർണായകമായേക്കാവുന്ന തെളിവുകൾ അതിൻ്റെ CCTV ദൃശ്യങ്ങളായിരുന്നു. ആ CCTV ദൃശ്യങ്ങൾ പോലും ശേഖരിക്കാൻ തുടക്കത്തിൽ അന്വേഷിച്ച നടക്കാവ് പോലീസിന് സാധിച്ചില്ല. അതുകൊണ്ട് അന്നത്തെ നടക്കാവ് CI ഉൾപ്പെടെയുള്ള അന്വേഷണ സംഘത്തിനെതിരെയാണ് ഇന്റേണൽ അന്വേഷണം, ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആ ആഭ്യന്തര അന്വേഷണം നേരിട്ട് ലോ ആൻഡ് ഓർഡർ ചുമതലയില്ലാത്ത ഒരു അസിസ്റ്റന്റ് കമ്മീഷണറെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. ആ അന്വേഷണം ആരംഭിക്കും. DIG രാജ്പാൽ മീണയാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുള്ളത്. മാമി തിരോധാന കേസ് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ മാമി ഒരു ദിവസം വീട്ടിൽ നിന്ന് കുട്ടിക്കൊണ്ടുപോയി തലക്കുളത്തൂർ വരെ അദ്ദേഹത്തിൻ്റെ വാഹനം എത്തുകയും അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോൺ ട്രാക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ നിന്ന് അങ്ങോട്ട് എങ്ങോട്ട് പോയി എന്നതിനെക്കുറിച്ച് ഒരു ധാരണയുമില്ല മാമിയെക്കുറിച്ച്. ഈ പരാതി വന്ന ഉടൻ ഈ ഒരു അന്വേഷണത്തിന് കൂട്ടാക്കിയില്ല. അത് മാമി തിരിച്ചെത്തുമെന്നുള്ള വിശ്വാസത്തിലൊക്കെ കുറച്ചു കാലം പോയി എന്നുള്ളതൊക്കെ പരാതിയിൽ തന്നെ നേരത്തെ തുടക്കത്തിൽ തന്നെ ആരോപണം ഉന്നയിച്ചിരുന്നു. ഏതായാലും ആ കേസിൽ തുടക്കത്തിൽ കേസ് അന്വേഷിച്ച നടക്കാവ് പോലീസിന്, ലോക്കൽ പോലീസിന് വലിയ വീഴ്ച സംഭവിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിൻ്റെ റിപ്പോർട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ലോക്കൽ പോലീസിനെതിരെ ഒരു ആഭ്യന്തര അന്വേഷണത്തിന് ഉത്തരമേഖല IG രാജ്പാൽ മീണ ഉത്തരവിട്ടിട്ടുള്ളത്. താങ്ക് യു. VS രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്. മാമി തിരോധാന കേസ് ഇപ്പോഴും വല്ലാത്തൊരു ദുരൂഹതയാണ്. അവസാനത്തെ ലൊക്കേഷൻ മുതൽ എങ്ങോട്ട് പോയി എന്നുള്ളതിനെക്കുറിച്ച് ആർക്കും ഒരു പിടിയുമില്ല എന്നുള്ളതാണ്. ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതാണോ, മാറി നിന്നതാണോ, മറ്റെന്തെങ്കിലും സംഭവിച്ചതാണോ, ഒരു വിവരവുമില്ല എന്നുള്ളതാണ്. അതാണ് PV അൻവർ അടക്കം ഒരു കാലത്ത് വലിയ രാഷ്ട്രീയ വിഷയമായി മാമി തിരോധാന കേസ് ഉയർത്തിയിരുന്നതുമാണ്. ഇപ്പോൾ എന്തായാലും ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ പോലീസിന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ശരിയായിരിക്കും. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തുക എന്നുള്ളതല്ലേ പ്രാഥമിക അന്വേഷണം. എന്തുകൊണ്ടത് ചെയ്തില്ല? പ്രസക്തമായ ചോദ്യമാണ്.